ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സെയിൽ വീഡിയോ, റിവ്യൂ വീഡിയോ ഒന്നും അല്ലാട്ടോ. ഇന്ന് നമ്മുടെ ഓൾട്ടോയിൽ എങ്ങനെ സൈഡ് സ്കേർട്ട് വെറും നിസ്സാര പൈസയ്ക്ക് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അത് നമുക്ക് ഏകദേശം ഒരു 1000 താഴേക്ക് ബഡ്ജറ്റ് ആവുന്നുള്ളൂ. ഇതായത് ഇത് നോക്കിയോ, ഇത് മാരുതിയുടെ ജെന്യുവൻ പാർട്ടാണ്. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പറഞ്ഞാൽ സ്ട്രിംഗ് റേ എന്ന് പറഞ്ഞിട്ടുള്ള വാഹനം, അതായത് വാഗണർ സ്ട്രിംഗ് റേയുടെ ഇതാണ്. ഒരെണ്ണത്തിന് ഏകദേശം 385 രൂപ മാത്രമാണ് വില വരുന്നത്. ഒരു ഒറിജിനൽ മാരുതിയുടെ OE പാർട്ടാണ്. അപ്പോൾ ഈ സാധനം നമുക്ക് ഓൾട്ടോയിൽ കറക്റ്റ് ഫിറ്റ് ആണോ, അതായത് ചെറിയൊരു മൈന്യൂട്ട് വ്യത്യാസം പോലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം എന്താ പറയുക, ഇതും അത്യാവശ്യം നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ആകെ ചിലവ് തന്നെ ഒരു 900 താഴേക്കാണ്ട് വരുന്നുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഇത് സെറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല. ഇത് അത്യാവശ്യം ഇത് മറ്റേ സ്ട്രിംഗ് ബ്രേക്ക് വരുന്ന അവർക്ക് അതിന് തന്നെ ആ ഹോൾഡറുകളാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ. ഇത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടുന്ന സെൽഫ് സ്ക്രൂ, സെൽഫ് നെറ്റൊക്കെ പോലത്തെ സംഭവങ്ങളാട്ടോ. അപ്പോൾ ഈ സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി വീതിയുള്ള വാഷുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പ്ലാസ്റ്റിക് ആയിട്ട് ഡയറക്റ്റ് ചിലപ്പോൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്, പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇനിഷ്യലായിട്ട് നമുക്ക് ഈ ചെളിതട്ടി എടുത്ത് മാറ്റണം കേട്ടോ. കാരണം ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ ക്ലിപ്പ് ഊരിയിട്ട് നമുക്ക് ഇത് ജസ്റ്റ് മാറ്റി വെച്ചേക്കാം കേട്ടോ. ബാക്കിൽ സ്ക്രൂ കൊടുക്കുന്നതിനായിട്ടേ ഈ ടയർ അഴിച്ച് മാറ്റേണ്ട ആവശ്യകത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ടയർ അഴിച്ച് മാറ്റിയാൽ മാത്രമാണ് ആ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സെറ്റിങ്ങിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെരിച്ചൊക്കെ സ്ക്രൂ ചെയ്തൊരു മെന ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ടയർ അഴിച്ച് മാറ്റിയിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. നമ്മൾ ടയറൊക്കെ ഊരി വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ജാക്കിൽ വെക്കുമ്പോൾ ഇതുപോലുള്ള മിറ്റുള്ള സർഫേസ് ഒക്കെ ആണെങ്കിൽ ജാക്കി തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ടയർ ഇതുപോലെ വെക്കുകയെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുന്നത്, അറിയണവരത് കാര്യമാക്കട്ടെ കേട്ടോ. അപ്പോൾ ബാക്കി വർക്കിലേക്ക് പോവാം. ഞങ്ങൾ രണ്ടുപേരോടെ കൂടിയിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനിലാണ് ഈ സാധനം പിടിപ്പിച്ചത്. ഒരു ചെറിയൊരു പോയിന്റ് വ്യത്യാസമുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് പിടിച്ചാൽ മാത്രമേ അവിടെ സ്ക്രൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തു, ഫ്രണ്ടിലും 2 സ്ക്രൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടിയിൽ നിന്നുള്ള സ്ക്രൂകൾ സപ്പോർട്ടിനായിട്ട് കൊടുക്കണം, അതല്ലെങ്കിൽ തള്ളിപ്പോവും. അപ്പൊ ഇനി ബാക്ക് ടയർ ഇടാം കേട്ടോ. ബാക്ക് ടയറിന്റെ ഊരി വെച്ചിട്ടുള്ള ആവശ്യകത കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്ക് ടയർ സെറ്റ് ചെയ്തിട്ട് അടിയിൽ സ്ക്രൂ ചെയ്യാം. അതല്ലെങ്കിൽ വണ്ടിയിൽ ജാക്കാൻ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പണിയാവും കേട്ടോ. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ സ്കേർട്ടിങ്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യം സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുമെങ്കിൽ ഫിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ആ ബാക്ക് ടയർ മാറ്റണമായിരുന്നു. അല്ലെ കട്ടയുടെ മുകളിൽ കയറ്റി ടയർ നിർത്തിയിട്ട് കുറച്ച് ഹൈറ്റ് ആക്കി വെച്ചാലായിരുന്നു ഡ്രില്ല് വെച്ചാൽ നമുക്ക് ആ സ്ക്രൂ അടിക്കാൻ പറ്റുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ പുതിയ അറിവുകൾ വെച്ചിട്ട് നമ്മൾ ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പെയിന്റ് ചെയ്താലാണ് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പൊ അത് നമ്മൾ അടുത്ത ദിവസം തന്നെ കൊണ്ടുപോയി പെയിന്റ് ചെയ്യണേ കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് സെറ്റ് ആയിരുന്നു കേട്ടോ. ഒരു പൊടിക്ക് ഒരു ചെറിയ നീട്ടം കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ഇതിലേക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാറും. ഇപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് നല്ലോണം രണ്ടുപേര് വലിച്ചു പിടിച്ചാൽ മാത്രമാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് വീഡിയോ എല്ലാ പോർഷനും എടുക്കാൻ പറ്റാണ്ടിരുന്നത്. മറ്റേ സൈഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതിൽ ഓൾറെഡി റബ്ബറിന്റെ ബെമ്പർ ലിപ്പ് പറഞ്ഞ സെറ്റ് ചെയ്തായിരുന്നു. ഇത് ബസ്സിന്റെ ബീഡിംഗ് ആണ്. അതിന് ഏകദേശം 900 രൂപ ഉണ്ട് വിലയെ. അപ്പൊ അതിന്റെ ചെറിയൊരു LED ഒരു ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു DRL സെറ്റപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നേരത്തെ കൊടുത്ത് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മൈന്യൂട്ട് ഗ്യാപ്പ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ആദ്യം സെറ്റ് ചെയ്യണം. അതിന്റെ ചെറിയ പോരായ്മകൾ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.